നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത് ഓരോ പ്രതീക്ഷകളാണ്. അത്തരമൊരു പ്രതീക്ഷയായിരുന്നു കേരളത്തിലേക്ക് മെസ്സി വരുമെന്ന പ്രഖ്യാപനം, അല്ലേ? വലിയ ഇവന്റുകൾ, മത്സരങ്ങളൊക്കെയും നമുക്ക് ഓരോ പ്രതീക്ഷ നൽകുന്നതാണ്. അത് കാണാമെന്നുള്ള കാത്തുതിരിപ്പ് ഒക്കെ. അങ്ങനെ വേൾഡ് കപ്പിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. അങ്ങനെ ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു മെസ്സി വരുമെന്ന പ്രഖ്യാപനം. മെസ്സി നവംബർ 17 കേരളത്തിലേക്ക് എത്തും. മെസ്സിയും അർജന്റീനൻ ടീമും എത്തും എന്നതായിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അപ്പോൾ മെസ്സിയെ കാണാം എന്നുള്ള കാത്തിരിപ്പ്, അതിനിടയിൽ ഒരുപാട് അനിശ്ചിതത്വങ്ങൾ ഉടലെടുത്തിരുന്നു. പക്ഷേ പിന്നെയും പ്രതീക്ഷകൾ നാം വിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നു, സ്പോൺസറും സ്പോർട്സ് മന്ത്രിയും ഒക്കെ ഉറപ്പിച്ച് പറയുകയാണ് മെസ്സി വരില്ല എന്ന്. മെസ്സി വരില്ല എന്ന് ഉറപ്പാകുന്നത് ഇന്നലെ AFA പുറത്തുവിട്ട ഷെഡ്യൂളോട് കൂടിയാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അർജന്റീനൻ ടീം കേരളത്തിലേക്ക് എത്തില്ല എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും നവംബറിൽ കേരളത്തിലെത്തുന്നില്ലെന്ന വിവരം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പുറത്തുവിട്ട ഷെഡ്യൂളിലൂടെയാണ് വ്യക്തമായത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട നവംബറിലെ ഷെഡ്യൂളിൽ കേരളം ഉൾപ്പെട്ടില്ല. നവംബറിൽ അർജന്റീനയ്ക്ക് ഒരു മത്സരം മാത്രമാണുള്ളത്. അത് നവംബറിൽ 14 നടക്കുന്ന അങ്കോളയിലെ അങ്കോളയ്ക്കെതിരായ മത്സരമാണ്. അപ്പോൾ നേരത്തെ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഷെഡ്യൂൾ നടപ്പാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ അങ്കോളയ്ക്കെതിരായ മത്സരത്തിന് ശേഷം കേരളത്തിലേക്ക് എത്തും എന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഷെഡ്യൂൾ വരുമ്പോൾ നവംബറിൽ ഒരു മത്സരം മാത്രം, അത് അങ്കോളയ്ക്കെതിരെയുള്ളതാണ്. 17 ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കേരളത്തിൽ മത്സരം നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഫിഫ അനുമതി ലഭിക്കാത്തതാണ് കാരണം എന്ന് ഇപ്പോൾ പറയുന്നു, സ്പോൺസർമാർ പറയുന്നു. നേരത്തെ ഓരോ തവണയും മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ സ്പോൺസർ വന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ വീണ്ടും പ്രതീക്ഷ നൽകിയിരുന്നു, വരും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. മറ്റ് വാർത്തകളൊക്കെ നിഷേധിക്കുന്നതാണ് നമ്മൾ കണ്ടതെങ്കിൽ ഈ ഷെഡ്യൂൾ പുറത്തിറങ്ങിയതിനു ശേഷം അക്കാര്യം സ്പോൺസർക്ക് സ്ഥിരീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ പറയുന്ന ഒരു കാര്യം, അത് ഫിഫ അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് വരാൻ പറ്റാത്തത് എന്നതാണ് ഇന്ന് സ്പോൺസറായ ആൻഡ്രൂ അഗസ്റ്റിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അർജന്റീനൻ ടീമിന് മാത്രമായി തീരുമാനമെടുക്കാൻ ഈ വിഷയത്തിൽ കഴിയില്ല. മാർച്ച് മാസത്തെ ഫിഫ വിൻഡോയിൽ മത്സരം നടത്തുന്നതിനായി അനുമതി തേടിയിട്ടുണ്ട് എന്ന കാര്യവും ആൻഡ്രൂ അഗസ്റ്റിൻ പറഞ്ഞു. ഫിഫയാണ് മത്സരം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. 500 വട്ടം പറഞ്ഞിട്ടുണ്ട് താൻ ഇക്കാര്യം. ഫിഫ അനുമതിയില്ലാതെ ഒന്നും നടക്കില്ല. ഫിഫ അംഗീകാരത്തിന് നേരത്തെ അനുമതി തേടിയിരുന്നു. എന്നാൽ നവംബർ മത്സരത്തിന് ഫിഫ അനുമതി നൽകിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഈ സ്പോൺസർ നൽകുന്ന ഒരു പ്രതീക്ഷ മാർച്ചിൽ വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് ആൻഡ്രൂ അഗസ്റ്റിൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ. കേൾക്കാം. നമ്മുടെ ഈ മാച്ച് നവംബർ 10 to 18 എന്ന് പറയുന്ന വിൻഡോയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. അത് നമുക്കതിൻ്റെ ഫിഫേൻ്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളും അർജൻറ്റീനയും ഓസ്ട്രേലിയ എല്ലാം വിചാരിച്ചിരുന്നത് ഫിഫ അപ്രൂവൽ തരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവരെ ഫുൾ ഡീറ്റെയിൽ തന്നു. നമ്മൾ വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അവരെ നാഷണൽ ടീം മാനേജർ ഇവിടെ വന്ന് മുഴുവൻ വിസിറ്റ് ചെയ്തു. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, അപ്രൂവൽ കിട്ടും എന്നുള്ളതാണ്. ഒരാഴ്ച ലേറ്റ് ആയിപ്പോയി. ഈ വർക്ക് തീർത്തി അടുത്ത ആഴ്ച കിട്ടും. അതുകൊണ്ട് വന്ന ഡിലേ ആണ്, അല്ലെങ്കിൽ ഡിലേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫിഫ വിൻഡോ നമുക്ക് അനുവദിച്ച് തന്നത്. ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അപ്രൂവൽ തരാം എന്ന് ധാരണയുള്ളതുകൊണ്ടാണ് അവർ അനുവദിച്ച് തന്നത്. അതുകൊണ്ടാണത് അപ്രൂവൽ കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയാൻ കാരണം, ഈ ഫിഫ സാധാരണ ഫിഫയ്ക്ക് ഒരു വിൻഡോ അനൗൺസ് ചെയ്യില്ല. ഒരു കളിക്കാർക്ക് ഏത് സ്റ്റേഡിയം ഇല്ലാതെ അനൗൺസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ കൊടുത്ത രേഖകളെല്ലാം അതിന് പ്രാപ്തമായതുകൊണ്ട് മാത്രമാണ് ഫിഫ നമുക്ക് വിൻഡോ അനുവദിച്ചത്. അപ്പോൾ ഇതാണ് സ്പോൺസറുടെ വിശദീകരണം. മാർച്ചിൽ കൊണ്ടുവരാൻ പറ്റും എന്നൊരു സാധ്യത കൂടി ഈ സ്പോൺസർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ആൻഡ്രൂ അഗസ്റ്റിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ പല ചോദ്യങ്ങൾ ചോദിച്ചു. നവംബറിൽ വന്നില്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരണ്ടല്ലോ എന്നാണല്ലോ നേരത്തെ പറഞ്ഞത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആൻഡ്രൂ അഗസ്റ്റിൻ പറയുന്നത്, വരണ്ടെന്ന് അന്ന് ഞാനല്ലേ പറഞ്ഞത്, ഇനി എനിക്ക് വേണമെങ്കിൽ മാറ്റി പറയാമല്ലോ എന്നതാണ് ആൻഡ്രൂ അഗസ്റ്റിൻ ഇതിന് മാധ്യമങ്ങളോട് പറഞ്ഞത്. തങ്ങൾ ആത്മാർത്ഥമായി ഈ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു. അത് സർക്കാരിന് ബോധ്യമുള്ളതാണ്, മറ്റെല്ലാവർക്കും ബോധ്യമുണ്ട്. നിങ്ങളിൽ ചിലർക്ക്, അതായത് മാധ്യമങ്ങളിൽ ചിലർക്ക് മാത്രമാണ് അക്കാര്യം ബോധ്യമാകാത്തതെന്ന് ആൻഡ്രൂ അഗസ്റ്റിൻ പറയുന്നു. മാത്രവുമല്ല, പിടിവാശി
കാണിക്കുകയാണെങ്കിൽ, സ്പോൺസർ പിടിവാശി കാണിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അർജന്റീനൻ ടീമിനെ ഇവിടെ കൊണ്ടുവരാൻ അവർക്കാകും, ഏതെങ്കിലുമൊക്കെ ഷോയിൽ പങ്കെടുപ്പിച്ച് അവരെ മടക്കി വിടാനാകും. പക്ഷേ ഒരു മത്സരം സാധ്യമാകില്ല. പക്ഷേ ഇവിടെ ഒരു അന്താരാഷ്ട്ര മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സ്പോർട്സിന് കൂടി ഉപകാരപ്പെടുന്ന തരത്തിൽ ആ വരവ് പ്രയോജനപ്പെടുത്തണം എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന ഒരു കാര്യം കൂടിയാണ് ആൻഡ്രു അഗസ്റ്റിൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും ഇതോടുകൂടി നവംബറിൽ എന്തായാലും മെസ്സി എത്തില്ല എന്നത് ഉറപ്പായിരിക്കുകയാണ്. വലിയ നിരാശ എന്തായാലും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച്, മെസ്സി ആരാധകരെ സംബന്ധിച്ച് ഇത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇനിയും ഒരു പ്രതീക്ഷയുള്ളത് മാർച്ചിലെ വിൻഡോയിൽ ഇവിടെ അവരെ എത്തിക്കാനുള്ള നീക്കം അവർ സജീവമാക്കുന്നുണ്ട് എന്നതാണ്. പക്ഷേ അത് എത്രമാത്രം സാധ്യമാകും എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. എന്തുകൊണ്ടാണ് ഈ ഫിഫ അംഗീകാരം ലഭിക്കാതെ പോയത്, പണി പൂർത്തിയാക്കാൻ കഴിയാതെ പോയത് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകേണ്ടിയും വരും. എന്തായാലും മെസ്സിയുടെ വരവ് വലിയ ആഘോഷമായി, മെസ്സി വരും എന്നത് വലിയ ആഘോഷമായി സർക്കാർ ഉൾപ്പെടെ കാണിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ പല ഘട്ടങ്ങളിലും രാഷ്ട്രീയമായി കൂടി ഈ വിഷയം മാറുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മെസ്സി വരില്ല എന്നുറപ്പായപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രതികരണം ആ രീതിയിൽ പ്രസക്തമാണ്. മെസ്സി ചതിച്ചാശാനെ എന്നതാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. കാരണം ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. മെസ്സി വരണമെന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹം. പക്ഷേ എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്ന കാര്യത്തിൽ വിശദീകരിക്കണം. വരും എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിച്ചിരുന്നവർ, വരത്തില്ല എന്ന് പറയുമ്പോൾ അതിന് എന്ത് സംഭവിച്ചു എന്ന് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് എന്ന കാര്യമാണ് വി.ഡി. സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മെസ്സി ചതിച്ചാശാനെന്ന് ഞാൻ പറഞ്ഞില്ലേ പണ്ട്. മെസ്സി ചതിച്ചാശാനാണ്. മെസ്സി മനസ്സിലായ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ പ്രചരണം, തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള പ്രചരണമാണ്. വന്നാൽ നല്ല കാര്യം, ഞാൻ ഇപ്പോഴും അത്രേ പറയുന്നത്, വന്നാൽ നല്ല കാര്യം. പക്ഷെ ഈ പ്രചരണം രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുവാണ് ഇവരെല്ലാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുവാണ്. അത് ഈ മെസ്സി വരുന്നത് രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുവാണ്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം കൂടി അവരെ ഏറ്റെടുക്കണം. രാഷ്ട്രീയ പ്രചരണമായി മാറ്റുമ്പോൾ വന്നാൽ നല്ല കാര്യം, വന്നാൽ നല്ല കാര്യം അല്ല, വന്നാൽ നല്ല കാര്യം. ഞാൻ അത്രയും പറയുന്നില്ല. ഇനി സമയമുണ്ടല്ലോ, മന്ത്രി വന്ന് പറയട്ടെ, മെസ്സി ചതിച്ചെന്ന് പറയട്ടെ. അപ്പോൾ ഇവിടം കൊണ്ടും തീരില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് പ്രതിപക്ഷ നേതാവ് നൽകുന്നത്. സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹ്മാൻ മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപായിരുന്നു വി.ഡി. സതീശിൻ്റെ ഈ പ്രതികരണം വന്നത്. അതിനുശേഷം മന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. മന്ത്രി ഈ കാര്യങ്ങളിൽ ഒരു വിചിത്രമായ വിശദീകരണമാണ് നൽകിയത്. മെസ്സിയുടെ വരവ് മുടക്കാൻ ചിലർ മെയിൽ അയച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വി അബ്ദുറഹ്മാൻ പറയുന്നത്. എന്നിട്ട് അദ്ദേഹവും ഈ പ്രതീക്ഷ പൂർണ്ണമായും മാറിയിട്ടില്ല, ഇനിയും അർജന്റീനൻ ടീമും മെസ്സിയും കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് അബ്ദുറഹ്മാൻ പറയുന്നത്. ഒപ്പം തന്നെ ഈ ശ്രമം തുടർന്നു വരികയാണ് എന്നത് അദ്ദേഹം പറയുന്നു. വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ വി അബ്ദുറഹ്മാൻ മറുപടി നൽകിയത്. ഇതിന്റെ ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ് ഇപ്പോൾ തടസ്സം നിൽക്കുന്നത്. അത് നമ്മൾ വീണ്ടും ശ്രമിക്കുകയാണ്. ഈ ആഴ്ച തന്നെ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഫിഫയിൽ ഇത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിൽ അയച്ചിട്ടാണ്. അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജന്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു, പരിശോധിച്ചു, അവർ സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ. പക്ഷെ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യം ഇവിടുന്ന് ഇഷ്ടം പോലെ മെയിലുകൾ അയക്കണം ഇവർ. അപ്പോൾ നമ്മളാളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് മെയിലുകൾ അയച്ച് വരവ് നിർത്തി, അല്ലെങ്കിൽ വരാനുള്ള സാധ്യത അടച്ചു എന്നതാണ് മന്ത്രി പറയുന്നത്. അതെന്തൊരു വിചിത്രവാദമാണ്. മറ്റ് ഒരു പഴയ ചൊല്ലുണ്ടല്ലോ, ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നത്. ശരിക്കും അതാണ് സംഭവിച്ചിരിക്കുന്നത്. മെസ്സി വരും എന്ന വാക്ക് ഞാൻ ഉൾപ്പെടെയുള്ള മെസ്സി ആരാധകർ വിശ്വസിച്ചിരുന്നതാണ്, പ്രതീക്ഷിച്ചിരുന്നതാണ്. ഞാൻ ഓഫീസിൽ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ജോലികളിൽ നിയോഗിക്കണേ എന്ന് അഭ്യർത്ഥിച്ചിരുന്ന പോലുമാണ്. അപ്പോൾ അങ്ങനെ എത്ര പേരായിരിക്കും സ്വപ്നങ്ങൾ കണ്ടത്. പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം
ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുകയാണ്. അവിടെയാണ് ഒരു വിചിത്രവാദം കൂടി മന്ത്രി നടത്തുന്നത്. എന്തായാലും ഒരുപാട് പേർക്ക് ആശ നൽകിയ കാര്യമാണ്. മാത്രവുമല്ല സംസ്ഥാന സർക്കാർ തന്നെ വന്ന് ഈ ഉറപ്പ് നൽകിയതാണ്. അതിലെന്ത് സംഭവിച്ചു എന്നത് കുറച്ചുകൂടി വിശദമായി വ്യക്തമാക്കേണ്ടുന്ന ബാധ്യത സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാനുള്ള ശ്രമം ഒരു ഭാഗത്ത് ഉണ്ടായി എന്നതാണ് പറയുന്നത്. അത് ഈ ഒന്നുമില്ലായ്മയിൽ നിന്ന് അത്തരമൊരു ശ്രമം നടന്നതാണോ അതോ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ട് നടക്കാതിരുന്നതാണോ? അക്കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. സ്പോൺസർക്കും ഒപ്പം തന്നെ മന്ത്രിക്കും ഒക്കെ ആ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. നമുക്കറിയാം അർജന്റീന പോലൊരു ടീമാണ്. അവരെ കൊണ്ടുവരിക എന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമല്ല. അത്തരമൊരു മത്സരം സംഘടിപ്പിക്കുക എന്നതൊക്കെ പറയുന്നത് ഒരുപാട് ശ്രമം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മന്ത്രി പറയുമ്പോൾ കൂടുതൽ ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും കാത്തിരിക്കാം കൂടുതൽ വിശദീകരണങ്ങൾക്കും എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുമായി.